എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി ശീമോൻ പത്രോസ് എന്തു പറയുന്നുവെന്ന് ശ്രവിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 16:16. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുത്തരം പറഞ്ഞു. സൈമൺ പീറ്ററിൻ്റെ ഈ പ്രഖ്യാപനം പുറജാതീയ ആരാധനയ്ക്കും വൈവിധ്യമാർന്ന മതപരമായ ആചാരങ്ങൾക്കും പേരുകേട്ട ഒരു പ്രദേശമായ ഫിലിപ്പിയയിലെ കൈസേരിയയിലാണ് സംഭവിക്കുന്നത്. യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, ഉപമകളിലൂടെ പഠിപ്പിക്കുന്നു, മതനേതാക്കന്മാരുടെ എതിർപ്പുകൾ നേരിടുന്നു. തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് അവൻ ആരാണെന്ന് ആളുകൾ പറയുന്നത് എന്ന് അവൻ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു. യേശുവിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയ ശിഷ്യന്മാരുടെ യാത്രയെ ഈ ഭാഗം എടുത്തു കാണിക്കുന്നു. ശിഷ്യന്മാർ അവനെ ആരെന്ന് കരുതുന്നു എന്ന് അവൻ ചോദിച്ചു. ഈ വചനം ശീമോൻ പത്രോസിൽ നിന്ന് ചരിത്രപരമായ ആ മഹൽ പ്രഖ്യാപനം ഉയർന്നു വരുവാൻ സംഗതിയാക്കി. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. അവിടുന്ന് ഇസ്രയേലിൻ്റെ മശിഹായായ പുത്രനായ ദൈവം എന്നർത്ഥം. പത്രോസിൻ്റെ ഏറ്റുപറച്ചിൽ അവരുടെ അനുഭവങ്ങളുടെയും വെളിപ്പെടുത്തലുകളുടെയും പരിസമാപ്തിയാണ്. ഈ ഇരട്ട ഐഡന്റിറ്റി ക്രിസ്ത്യൻ വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ്. യേശുവിനെ കാത്തിരിക്കുന്ന രക്ഷകനും ദിവ്യനുമാണെന്ന് സ്ഥിരീകരിക്കുന്നു. ഈ വെളിപ്പെടുത്തൽ മാംസത്തിലും രക്തത്തിലും നിന്നല്ല, പിതാവായ ദൈവത്തിൽ നിന്നാണ് വന്നതെന്ന് യേശു പത്രോസിനോട് പ്രതികരിക്കുന്നു. യേശുവിൻ്റെ യഥാർത്ഥ വ്യക്തിത്വം മനസ്സിലാക്കുന്നതിന് ദൈവീക ഉൾക്കാഴ്ച ആവശ്യമാണെന്നുള്ള വിശ്വാസത്തിന് ഇത് അടിവരയിടുന്നു. പത്രോസിൻ്റെ ഏറ്റുപറച്ചിലിനെ തുടർന്ന് ഈ പാറമേൽ താൻ തൻ്റെ പള്ളി പണിയുമെന്ന് യേശു പ്രസ്താവിക്കുന്നു. ഇത് വിശ്വാസികളുടെ ഒരു പുതിയ സമൂഹത്തിൻ്റെ സ്ഥാപനത്തെ സൂചിപ്പിക്കുന്നു. യേശുവിൻ്റെയും സഭയുടെയും സ്വഭാവത്തെക്കുറിച്ചുള്ള ക്രിസ്ത്യൻ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനമാണ് ഈ വാക്യം. അത് യേശുവിനെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ശിലയായും സഭയുടെ ദൗത്യത്തിന് പിന്നിലെ അധികാരമായും സ്ഥാപിക്കുന്നു. അപ്പോസ്തലന്മാരുടെ ഇടയിൽ പലപ്പോഴും ഒരു നേതാവായി കാണപ്പെടുന്ന പത്രോസിനെ ഒരു പ്രധാന റോൾ നൽകിയിരിക്കുന്നു. പാറ എന്നർത്ഥമുള്ള അദ്ദേഹത്തിൻ്റെ പേര് ആദ്യ സഭയിലെ സ്ഥിരതയെയും നേതൃത്വത്തെയും പ്രതീകപ്പെടുത്തുന്നു. സുവിശേഷം പ്രചരിപ്പിക്കാനുള്ള സഭയുടെ ദൗത്യത്തിൻ്റെ തുടക്കമാണിത്. വിശ്വാസ പ്രഖ്യാപനം എല്ലാ വിശ്വാസികൾക്കും മാതൃകയാവുന്നു. പത്രോസിനെ പോലെ നമ്മുടെ സ്വന്തം വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ നടത്താൻ നമ്മെ ക്ഷണിക്കുന്നു. വിശ്വാസത്തിൽ സ്ഥാപിതമായ ഒരു സമൂഹമായി സഭയെ അംഗീകരിക്കുന്നത് നമുക്കിടയിൽ ഐക്യവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നു. യേശുവിനെ മനസ്സിലാക്കുന്നതിനും ദൈവിക മാർഗനിർദ്ദേശം തേടുന്നതിലും ദൈവിക വെളിപ്പാടിനെ ആവശ്യകതയെ വിശ്വാസ യാത്രയിൽ അത്യന്താപേക്ഷിതമാണ്. ഞങ്ങളുടെ സ്നേഹനിധിയായ പിതാവേ, അങ്ങയുടെ മക്കളെ വ്യക്തിപരമായി പ്രതിഫലിപ്പിക്കുന്നതിനും സമൂഹത്തിൽ ആ വിശ്വാസം മനസ്സിലാക്കുന്നതിനും ജീവിക്കുന്നതിനുമായുള്ള പ്രതിബദ്ധതയ്ക്കു വേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.